എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല എങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. ഹോർമോസ് തുറക്കേണ്ടതല്ലേ? ഹോർമോസ് എന്ന ആ കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഇറാൻ്റെ ജീവനാഡിയാണ്, സംശയമൊന്നുമില്ല. ഇറാനും പുറത്തേക്ക് എണ്ണ കൊണ്ടുപോകാനാവില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇറാൻ്റെ തീരക്കടൽ വഴി ഏതാനും കപ്പലുകൾ കടന്നുപോയി എന്ന റിപ്പോർട്ടുകളുണ്ട്, ശരിയാവാം. പക്ഷേ അത് പൂർണ്ണമായി ഇറാനെ ലിബറേറ്റ് ചെയ്യുന്നതുമില്ല. ഗൾഫ് രാജ്യങ്ങൾ വലിയ അങ്കലാപ്പിൽ തന്നെയാണ്. ഈ ഹോർമൂസിലൂടെ അല്ലാതെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായ ഇറാഖിനും കുവൈറ്റിനും ബഹ്റൈനും ഖത്തറിനും ഒരു തുള്ളി എണ്ണയോ പ്രകൃതിവാതകമോ പുറത്തേക്ക് കൊണ്ടുപോകാനാവില്ല. സൗദിക്ക് മറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. UAEക്ക് പോലും ഫുജൈറ എന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. അത് ഒമാനും കിഴക്കായി കിടക്കുന്ന ഒമാൻ ഉൾക്കടലിലെ പ്രദേശമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഇല്ല. അവിടെ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഓൾറെഡി സംജാതമായിരിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി ടോളറൻസ് ലെവൽ തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ക്രംബിൾഡ്. ഇപ്പം രണ്ട് പാരഡൈംസാണ്. അമേരിക്ക പറയുന്നു ഈ ഉപരോധം കാരണം യുദ്ധമില്ല, പക്ഷേ ഉപരോധം കാരണം ഇറാൻ കംപ്ലീറ്റ്ലി ക്രിപ്പിൾഡ് ആകും, മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയുണ്ടാകും. ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കും.